മങ്കടയിലെ NDA സ്ഥാനാർത്ഥി ലിജോയ് പോളാണ് നമ്മോടൊപ്പം ചേരുന്നത്. മാഷെ, മങ്കടയിൽ മാഷയുടെ പേര് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു. എന്താണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുക? എന്താണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാനുള്ളത്? ആദ്യം സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BJPയുടെ മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്താണ് ഞാൻ ഇതുവരെ ഏറ്റവും അവസാനമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥാനം എന്നത്. അതിനു മുൻപ് തന്നെ ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനു മുൻപേ തന്നെ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടം മുതലേ തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുമായി പൂർണ്ണ ഒരു ബന്ധമുള്ളതും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ തൃശ്ശൂർ മേഖലയിൽ സെൻറ്റ് അലോഷ്യസ് കോളേജിൽ നിന്നും ഒരു വിദ്യാർത്ഥി പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിൽ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ പൂർണ്ണ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് എനിക്ക് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാനുള്ളത്. എങ്ങനെയുണ്ട് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് ആളുകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളൊക്കെ? മങ്കടയെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുവെ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത് പോലെ ഒരു വികസനമൊന്നും ഞാൻ മണ്ഡലത്തിൻ്റെ പല പ്രദേശങ്ങളിലും കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ കാര്യം പോലും എടുത്താൽ വളരെ ശോചനീയ അവസ്ഥയാണ്. ബസ്സുകൾക്ക് പൂർണ്ണമായി ഇവിടേക്ക് കയറി പൂർണ്ണമായി ഒരു സ്റ്റാൻഡിൻ്റേതായ മറ്റ് പല കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശികമായിട്ടുള്ള പല സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഓരോ മേഖലയും നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, യഥാർത്ഥത്തിൽ ബസ്സുകൾക്ക് കൃത്യമായി വന്ന് ആളുകൾക്ക് കയറുവാനും അതുപോലെ തന്നെ ഒരു ഹോൾട്ടിംഗ് സ്റ്റേഷനായിട്ട് ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഓരോ മേഖലയിലും അത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റു തരത്തിലുള്ള ഗതാഗത കുരുക്ക് മാറ്റുന്ന മറ്റ് വികസന കാര്യങ്ങളിലായിക്കോട്ടെ, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇവിടെയെല്ലാം പലതും പേരിൽ പറയുന്നതും യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ടിൽ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ വികസനം എന്നത് മലപ്പുറത്ത് ഇനിയും അനിവാര്യമാണ് എന്നുള്ളതാണ് മങ്കടയെ സംബന്ധിച്ച് നമുക്ക് പറയാം. തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുടെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ വികസനം തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനവും കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചപ്പോൾ കേരളം എത്രത്തോളം വികസന കാര്യങ്ങളിൽ പിറകിലോട്ട് പോയി എന്നുള്ളതും ഈ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയുവാനുള്ളത്. രണ്ടാമതായി പറയുവാനുള്ളത് കേരളത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചാണ്. കേരളം പോലും ഇന്ന് തീവ്രവാദ സംഘടനകൾ കൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറത്ത് ഒരു കാലഘട്ടത്തിൽ ധാരാളം തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തീവ്രവാദ ബന്ധങ്ങൾ കൂടുതലുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിൽ മലപ്പുറത്തിൽ അതിൻ്റെ വേരുകളുണ്ട് എങ്കിൽ അതിനെയെല്ലാം തീർച്ചയായും ഇല്ലാതാക്കാൻ കേരളത്തിലും ഒരു NDA സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ. ന്യൂനപക്ഷങ്ങൾ BJPയുടെ അടുക്കുന്ന ഒരു സമയമാണോ? എങ്ങനെയാണ് ന്യൂനപക്ഷ അതായത് സഭകളുടെ ഭാഗത്തുള്ള പിന്തുണയൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്ഥാനാർത്ഥി ഷിപ്പ് തന്നെ അതിൻ്റെ ഒരു മകുട ഉദാഹരണമായിട്ട് നിങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് ഒരു മലപ്പുറം ജില്ല പോലുള്ള മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് നിന്നും ന്യൂനപക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ NDA മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളും ഹൈന്ദവരും അതോടൊപ്പം തന്നെ ദേശീയതയോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങളും ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് 10,000-ന് മുകളിലേക്ക് വോട്ട് മങ്കട മണ്ഡലത്തിൽ ലഭിച്ചിട്ടില്ല. ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളുടെ വോട്ട് ശതമാനം എന്നത് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നത് 25% മുകളിലുള്ള ഒരു വോട്ട് ഷെയർ തന്നെയാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഈ മലപ്പുറത്തും മങ്കടയിലും കേരളത്തിലെ മറ്റ് പല മേഖലകളിലും ഞങ്ങൾ വിജയത്തോടൊപ്പമുള്ള താമര വിരിയിക്കുമ്പോൾ അതോടൊപ്പം ചേർന്നുകൊണ്ട് മലപ്പുറത്ത് നിന്നും താമരയെ വിരയിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് ശതമാനം 25% മുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ. സ്ഥാനാർത്ഥിയെ കുന്നത്തുമുഹമ്മദ് പറയുന്നത് BJP വോട്ടൊക്കെ അരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയാണ് ആരോപണത്തോട് മറുപടി? ഡീലും നോ ഡീലും ഒന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ജനങ്ങളോടൊരു ഡീലുണ്ട്. കേരളത്തിലെ ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ അത് NDAക്ക് കഴിയൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചറിയുന്ന പൊതുസമൂഹം ഞങ്ങൾക്കൊപ്പമുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ അതിൻ്റെ പര്യടനം പുരോഗമിക്കുകയാണ്. മങ്കടയിൽ ഏറ്റവും മികച്ച ഒരു വോട്ടിങ്ങിലേക്ക് എത്താൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് സാധിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, News 18.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.